ജമ്പിങ് ടു കൺക്ലൂഷൻസ്. നമ്മൾ ഒരു എവിഡൻസും ഇല്ലാതെ നമ്മൾ എന്താണ് കൺക്ലൂഷനിലേക്ക് എത്താണ്. അത് രണ്ട് രീതിയിലാണ് ഇത് നടക്കുന്നത്. ഒന്ന് മൈൻഡ് റീഡിങ്, ഒന്ന് ഫോർച്യൂൺ ടെല്ലിങ്. മൈൻഡ് റീഡിങ്, മറ്റുള്ളവരുടെ മനസ്സിൽ അവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയാം, അവരുടെ മനസ്സിന്റെ താക്കോൽ എന്റെ കയ്യിലാണ് എന്ന രീതിയിലാണ് ചിലരുടെ ചിന്തകളും പെരുമാറ്റവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരാൾക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു, അവരെടുത്ത് എനിക്ക് അവരത് കണ്ടിട്ടുണ്ട്, മെസ്സേജ് വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തിയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്തായിരിക്കും, പക്ഷെ ഒരു റിപ്ലൈ എനിക്ക് തന്നില്ല. സോ ഞാൻ എന്റെ മനസ്സിൽ അവർക്ക് ഇപ്പൊ എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാനുള്ള ടൈം അവർക്കില്ല, അപ്പൊ വലിയ ആളായി പോയില്ല, അല്ലെങ്കിൽ അവർ വലിയ അതല്ല, എന്നെ ഇഷ്ടമില്ലാന്നോ, അത് നമ്മുടെ അടുത്ത് ഇന്റിമേറ്റ് റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരാണെങ്കിലും നമ്മൾ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു കൺക്ലൂഷൻസ് നമ്മൾ ഉണ്ടാക്കും. ആ വ്യക്തിയെ കുറിച്ച് അങ്ങനെയുള്ള ഒരു ധാരണയിലായിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാവുക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല, 2 ദിവസം കഴിയട്ടെ എന്നിട്ട് മെസ്സേജിന് മറുപടി അയക്കാന്ന് പറഞ്ഞ് ഞാനും നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് പിന്നീട് ഒരു ദിവസമായിരിക്കും ആ വ്യക്തിയെ ഫോൺ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ അന്ന് 4 ദിവസം മുന്നേ ഞാൻ അയച്ച മെസ്സേജിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുമ്പോൾ അവരത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താ, ഫോൺ എടുത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന മോളോ ആയിരിക്കാം ആ മെസ്സേജിൽ പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അതോടുകൂടി അവിടുന്ന് ബ്ലൂ സിഗ്നലും ഗ്രീൻ സിഗ്നലും ഒക്കെ പോയി, പിന്നീട് അവരത് കാണുന്നില്ല. എന്നാൽ നമ്മൾക്കാണെങ്കിലോ, എനിക്കാണെങ്കിലോ, ഞാൻ അവരത് കണ്ടതായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ റിയാലിറ്റിയോടല്ല ഒരിക്കലും പ്രതികരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലൊരു കൺക്ലൂഷനിൽ എത്തണം. അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. മൂത്തച്ഛൻ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, ഉമ്മായ്മ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം എന്നെ കുറിച്ച്. അപ്പൊ ഓരോ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. മറ്റുള്ളവര് എന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്നെ ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് എന്നോട് ദേഷ്യമായിരിക്കും, ഇവർക്ക് എന്നോട് വെറുപ്പായിരിക്കും. ഇങ്ങനെ പല കൺക്ലൂഷനിൽ എത്തുന്നതിലൂടെ എന്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നം എന്താണ്, എനിക്ക് സ്ട്രെസ് ഉണ്ടാകും. സ്ട്രെസ് മാത്രമല്ല, റിലേഷൻഷിപ്പിലും ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും ഇതിലൂടെ, അല്ലെ? ആളുകളെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള കൺക്ലൂഷനിൽ എത്തുമ്പോൾ ഒരിക്കലും അവിടെ ഒരു റിയാലിറ്റിയോട് ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു മെന്റൽ മാപ്പ് കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഊഹങ്ങൾ പലപ്പോഴും എന്നല്ല അധികവും തെറ്റായിരിക്കും. അതുകൊണ്ട് മൈൻഡ് റീഡിങ് സാധാരണ വളരെ കോമൺ ആയിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു തിങ്കിങ് എററാണ്, ഒരു ഡിസ്റ്റോർഷനാണ് മൈൻഡ് റീഡിങ്. ഇനി ജമ്പിങ് കൺക്ലൂഷൻസ് മറ്റൊരു രീതിയിൽ വരാം, ഫോർച്യൂൺ ടെല്ലിങ്. ഇത് ഒരു സൂപ്പർ വില്ലനാണ്. ചില എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കണം അതിനൊക്കെ കൺട്രോൾ എന്റെ കയ്യിലാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് ചിന്തകളും പെരുമാറ്റങ്ങളും. എനിക്കൊരു പനി വന്നു, 1, 2, 3 ദിവസമൊക്കെ വന്നു, പെനഡോൾ കുടിച്ചിട്ടൊന്നും മാറില്ല, 4-5 ദിവസം ഈ പനി തുടർച്ചയായിട്ട് നിൽക്കുകയാണ്. സുട്ടൻ ഞാൻ കൺക്ലൂഷനിൽ എത്തുകയാണ്, ഓക്കെ ഇത് ഒരു മെനിഞ്ചൈറ്റിസ് ആണ്, അതല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള എന്തോ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും. നമ്മൾ അവിടെ ഡയഗ്നോസിസിനൊന്നും പോണില്ല, അതിന് മുന്നേ തന്നെ ഞാനൊരു കൺക്ലൂഷനിൽ എത്താണ്. അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചില പെയിന് അല്ലെങ്കിൽ വല്ല മുഴകളൊക്കെ ഉണ്ടെങ്കിലും ഉടനെ അവിടെ ക്യാൻസറോ അങ്ങനെയുള്ള മാരക രോഗങ്ങളായിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തി. അവിടെ മെഡിക്കൽ ഡയഗ്നോസിസിന്റെ ഒന്നും ആവശ്യം എടുക്കില്ല, ഞാൻ തന്നെ അതങ്ങോട്ട് ഡയഗ്നോസ് ചെയ്തു, ക്യാൻസറാണ് തീരുമാനിച്ചു. പിന്നീട് ഒരു ക്യാൻസർ രോഗി ആക്ച്വലി അനുഭവിക്കുന്നതിനേക്കാളും വലിയ സ്ട്രെസ്സും ആങ്സൈറ്റി ആയിരിക്കും ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്യൂച്ചർ ടെല്ലിങ് കൺക്ലൂഷൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അവസാനിക്കാൻ പോകുന്നുള്ളൂ, എന്തായാലും ഇത് ഡിവോഴ്സിൽ എത്തും. ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക് തീരുമാനിക്കുകയാണ്, അല്ല ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇത് മരിക്കോളം ഇങ്ങനെ തന്നെ ഇരിക്കും, ഇത് എന്നെ കൊണ്ടേ പോകും, ഇതൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോണില്ല, നമ്മളിപ്പോ ഒരു വീടൊക്കെ ഉണ്ടാക്കി മാറി താമസിച്ച് ഇതൊന്നും സംഭവിക്കാൻ പോണില്ല. ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് എല്ലാ കാര്യങ്ങളെയും വളരെ നെഗറ്റീവായിട്ട് ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതൊരു പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളുടെ ചില തെളിവുകളായിരിക്കാം അതിനെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു എവിഡൻസും ഇല്ലാതെ. അപ്പൊ നമ്മള് രോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഒരു എവിഡൻസും ഇല്ലാതെ വെറുതെ അത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഒരു തിങ്കിങ് പാറ്റേൺ മാത്രമാണ് അത്. അത്രയും വലിയ ആങ്സൈറ്റിയാണ് അത് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ പിന്നെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോ എനിക്ക് ഉള്ള ഒരു തോന്നലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. ആ സ്ട്രെസ്സിൽ നിന്ന് ആങ്സൈറ്റിയിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ രക്ഷിച്ചെടുക്കാനും നമുക്ക് കഴിയും.